SK മീഡിയയിൽ ഇന്ന് നമ്മുടെ കൂടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ നിരവധി ഓഫ്ലൈൻ സെഷനുകൾ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് കണ്ടക്ട് ചെയ്ത നമ്മുടെ സുഹൈർ സീരിയസ് ആണ് നമ്മുടെ കൂടെ ഇന്ന് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. വെൽക്കം ടു SK മീഡിയ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിരവധി ട്രെയിനിങ് സെഷനുകൾ കണ്ടക്ട് ചെയ്തു കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട്. ഇപ്പോൾ കേരളത്തിലായിക്കോട്ടെ, വിദേശത്തായിക്കോട്ടെ, ദുബായ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും കോർപ്പറേറ്റ് മേഖലയിലും നിരവധി ഓഫ്ലൈൻ സെഷനുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് 2 ഡേ ട്രെയിനിങ്, 1 ഡേ ട്രെയിനിങ് പോലെയൊക്കെ നിരവധിയായിട്ട് കണ്ടക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനും അതിലൊരു സെഷന് പങ്കെടുത്ത ആളെന്ന നിലക്ക് അതിൽ ആളുകളുടെ ഒരു നിലവിലെ സാധാരണക്കാരുടെ നിലവിലെ AI കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവോട് കൂടിയിട്ട് ആളുകളുടെ നിലവിലെ ഒരു പരിഭവം, അതിനെക്കുറിച്ചുള്ള ആശങ്ക എത്രത്തോളം ഉണ്ട്? അത് ആളുകൾ പല രീതിയിലാണ് AI വരവിനെ കുറിച്ച് കാണുന്നത്. പല രീതിയിൽ എന്ന് പറയുമ്പോൾ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ChatGPT, ജെമിനി ഇതിപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു സംഗതി ആയിട്ടുണ്ട് ഒരുവിധം ആളുകൾ ഫോൺ യൂസ് ചെയ്യുന്നവർക്കൊക്കെ. അപ്പോൾ വളരെ ലളിതമായിട്ടൊരു ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് ചേഞ്ച് ചെയ്യുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ കൗതുകത്തിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ യൂസ് ചെയ്യുന്നതിലപ്പുറം വളരെ സീരിയസ് ആയിട്ട് AI യൂസ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് കോമൺ സമൂഹം തീരെ നിലവിലെത്തിയിട്ടില്ല. അതേ സമയത്ത് പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇത് വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്ത് പോകുന്നുണ്ട്. അത് ചിലപ്പോൾ ടീച്ചേഴ്സ് ആവാം, ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, സ്റ്റുഡൻസ് ആ ലെവലിലുണ്ട്. ഇങ്ങനെയൊക്കെ നിലവിൽ AI ഒരു നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. സത്യത്തിൽ ആളുകളുടെ ജോലി AI കളയോ? ആളുകളുടെ ജോലി കളയുന്നു വെച്ചാൽ പല രീതിയിൽ അതിനെ നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ കോറോ ഹെൽത്ത് ഭയങ്കര ഒരു വിവാദം ആയിരുന്ന സംഭവമാണ്. കാരണം മെഡിക്കൽ കോഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ടീമിനെയാണ് ഒറ്റയടിക്ക് പുറത്താക്കുന്നത്. കാരണം ഇതുവരെ അത് നമ്മുടെ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് മാനുവലി ചെയ്യേണ്ട ഒരു സംഗതി, അല്ലെങ്കിൽ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട, ഹൈലി സാലറി കൊടുത്തുകൊണ്ട് ചെയ്യിച്ചിരുന്നൊരു കാര്യമാണ് ഒറ്റയടിക്ക് എന്ത് ചെയ്യുന്നു AI റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകളെ റീപ്ലേസ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. ടെക്നോളജി വരുമ്പോൾ, ഇപ്പോൾ കമ്പ്യൂട്ടർ വന്ന സമയത്തും കുറേ ആളുകളുടെ ജോലി അത് ആ രീതിയിൽ പോയിട്ടുണ്ട്. ടെക്നോളജിയും ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ വ്യത്യസ്ത കടന്നുവരവോടുകൂടി തന്നെ ഈ ഒരു ചേഞ്ച് വരും. ഇതൊരു സ്വാഭാവികമാണ്. അതല്ലാത്ത വലിയൊരു ആശങ്ക ഇതിൽ വേണ്ടതില്ല. കാരണം എന്താ വെച്ചാൽ ടെക്നോളജി വരുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെ ജോലി പോകുന്നതോടൊപ്പം തന്നെ പുതിയ ഒരുപാട് തൊഴിൽ സാധ്യതകൾ തുറക്കപ്പെടും. ഇതൊരു യാഥാർത്ഥ്യമാണ്. വേറൊരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇപ്പോൾ ഒരു ഏത് ടെക്നോളജി നമ്മളെ കയ്യിൽ എത്തിക്കഴിഞ്ഞാലും അതിൻ്റെ ഒരു കോമൺ ആയ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ ഫിസിക്കൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ശാരീരികമായി അധ്വാനം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് ടെക്നോളജി സഹായകമായത്. നമ്മുടെ വീട്ടിലെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ വെള്ളം കോരിയിരുന്നത്, അലക്കിയിരുന്നത്, പൊടിച്ചിരുന്നതൊക്കെ നമ്മൾ എന്താണ് പറയുക, ഇടിച്ചിട്ടും പൊടിച്ചിട്ടും ഒക്കെ ആയിട്ട് വീട്ടിലാണ് ചെയ്തിരുന്നത്. പക്ഷേ ടെക്നോളജി വന്നപ്പോൾ എളുപ്പമായി. അപ്പോൾ ഫിസിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് ടെക്നോളജി സഹായമായത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റിവിറ്റി ലെവലിൽ അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി മനുഷ്യൻ മാത്രം ചെയ്യും എന്ന് വിചാരിച്ചിരുന്ന കാര്യത്തിൽ കൂടി AI വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ 2026 എത്തുമ്പോൾ എത്തിയിരിക്കുന്ന ഒരു വ്യത്യാസം. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ഈ വ്യാവസായിക വിപ്ലവത്തിനൊക്കെ ശേഷം ടെക്നോളജികൾ, അതുപോലെ തന്നെ മെഷീനറീസ് ഒക്കെ വന്നപ്പോൾ അതിലേക്ക് മാറാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആളുകൾക്ക് മൊത്തത്തിൽ മാറാൻ പറ്റും, ഒരു സമയം എടുത്തിരുന്നു. ഈ സമയം എടുക്കുമ്പോഴേക്കും ഒരു വിഭാഗം ആളുകൾ അതിലോട് പൊരുത്തപ്പെട്ട് അതിലേക്ക് വന്നിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, സെക്കൻഡുകൾക്കുള്ളിലാണ് ടെക്നോളജി മാറുന്നത്. ഇപ്പം ഇന്നലെ വരെ ഇല്ലാത്ത ടെക്നോളജി ആയിരിക്കും ഇന്ന് ആ ഇൻഡസ്ട്രിയിൽ വരിക. നാളെ അവരെ വെറുതെ തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല എന്ന് കമ്പനി ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ജോബ് റീപ്ലേസ് ആവും എന്നുള്ളതൊരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മേഖലയിലാണോ ഈ വെല്ലുവിളി? കോർപ്പറേറ്റ് മേഖലയിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന പല വർക്കുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ റൊട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ടാസ്കുകളും ഇപ്പോൾ AI ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമേഷനിലേക്ക് വരുമ്പോൾ അവിടെ 2-3 ഏരിയകളാണ് ശരിക്ക് ബെനിഫിറ്റ് ആകുന്നത്. ഒന്ന്, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് ലെവലിൽ ആലോചിക്കുമ്പോൾ ഫിനാൻഷ്യലാണ് ഏറ്റവും പ്രധാനം. അതായത് സാമ്പത്തികമായിട്ട് ഒരു പക്ഷേ ഒരു വർഷം ഒരു സ്റ്റാഫിന് കൊടുക്കേണ്ട സാലറി ഒരു പക്ഷേ ഒഴിവാക്കിയിട്ട് ഒരു AI ടൂൾ വെച്ച് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് പ്രൊഫഷണലിസം, അല്ലെങ്കിൽ എറർലെസ് ആയിട്ട് അല്ലെങ്കിൽ ബയാസ് ഇല്ലാതെ തന്നെ കാര്യങ്ങൾ കൊണ്ടുനടക്കാൻ AIക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പം മാനസികമായി ചെയ്യുന്ന അബദ്ധങ്ങൾ ചിലപ്പോൾ AI വരുന്ന സമയത്ത് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരാഴ്ച കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അത്രയും സമയം പ്രൊഡക്റ്റീവായ മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിക്കാം.
ഇങ്ങനെയാണ് പിന്നെ ഈ മേഖലയിൽ ഉള്ള ഒരു ചേഞ്ചിനെ കാണേണ്ടത്. AI ടൂൾ എന്നതിലുപരി ഒരു ജീവിത പങ്കാളി എന്ന് പറയാൻ പറ്റുമോ ഇതിനെ? തീർച്ചയായും പറയാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഇതുവരെയൊന്നും അങ്ങനെ ആയിട്ടില്ലെങ്കിലും, സാധാരണക്കാർക്കിടയിലൊന്നും അത്ര ആയിട്ടില്ലെങ്കിലും നമ്മുടെ ദൈനംദിനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലേക്കും AI വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാളെ ഇപ്പോൾ എവിടെയാണ് AI വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈവൻ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ നാളെ നമ്മളിങ്ങനെ ഇരിക്കേണ്ടി വരില്ല. ഇവിടേക്ക് 2 ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ഇന്റർവ്യൂ ഈ ഫ്ലോർ പോലും കൈയടക്കും. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരു തലത്തിലേക്ക് ഇപ്പം തന്നെ പോസിബിൾ ആണത്. അതുകൊണ്ട് എവിടേക്കാണ് AI വരുന്നത് പറയാൻ പറ്റില്ല. കാരണം ഒരു വീട്ടിലാണ് നമ്മൾ വിചാരിക്കുക അടുക്കള പണി അല്ലെങ്കിൽ വീട്ടിലത്തെ മറ്റു കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുക പെട്ടെന്നൊന്നും ആവില്ല എന്ന്. അതിലെ കമ്പനികളിലൊക്കെ നടക്കുള്ളൂ. പക്ഷേ ഈ IoT എന്ന് പറയുന്ന ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി വ്യാപകമാവുന്നതോടുകൂടി വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓട്ടോമേഷനിലാവുന്നു. ഭക്ഷണം മുതൽ വീട്ടിലത്തെ റുട്ടീനായ കാര്യങ്ങൾ, അതൊക്കെ ഒരു സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഘട്ടമൊക്കെ ഇപ്പോൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളെ എങ്ങനെ ആവുമെന്ന് ഇപ്പോൾ പോലും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചേഞ്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലൊരു AI ട്രെയിനർ എന്ന നിലക്ക് ഇപ്പോൾ നിലവിൽ ഏതൊക്കെ മേഖലയിൽ AIയുടെ കടന്നു വരവ് നിങ്ങളിപ്പോൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തല്ലോ, ഏതൊക്കെ മേഖലയിൽ എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞു? ഇനി അതുപോലെ തന്നെ അടുത്ത 5 വർഷം അല്ലെങ്കിൽ 5 to 10 വർഷത്തിനുള്ളിൽ നിലവിൽ ടച്ച് ചെയ്യാത്ത ഒരുപാട് മേഖലയുണ്ട്. ഇപ്പം സൂചിപ്പിച്ച പോലെ ഏതെല്ലാം മേഖലയിലാണ് ഇതിൻ്റെ കടന്നുവരവ് ഉണ്ടാവാൻ പ്രതീക്ഷിക്കുന്നത്? കടന്നുവരവ് എന്ന് വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് കടന്നു വന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഡിസൈനിങ് മേഖല പൂർണ്ണമായിട്ട് തന്നെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒരു ഡിസൈൻ കമ്പനിയിൽ അത്യാവശ്യം ഒരാൾ മോണിറ്റർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു 10 ആൾ ചെയ്യേണ്ട വർക്കുകൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോഡിംഗ് മേഖലയിൽ ഇപ്പോൾ മെഡിക്കൽ കോഡിംഗ് മാത്രമല്ല, ഇപ്പോൾ പിന്നെ വെബ്സൈറ്റ് കോഡിങ്, അതുപോലെ തന്നെ പിന്നെ പ്രോഗ്രാമിംഗ് സൈഡുകൾ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് മേഖലയിൽ ഇതിലൊക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണലുകൾ തന്നെ AI യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം അവർക്കൊരു ഒരാഴ്ച കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബാക്കിയുള്ള സമയം വീണ്ടും അത്തരം ഒരുപാട് കാര്യങ്ങളിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയകൾ. മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് കുറച്ചുകൂടി പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റിങ്, വീഡിയോ മേക്കിംഗ്, ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നൊരു ഇൻഡസ്ട്രിയാണ്. ഇങ്ങനെയൊക്കെയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു 5 വർഷം 10 വർഷത്തിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി ഇപ്പോൾ അഗ്രികൾച്ചർ മേഖല, ഇതൊന്നും ഇപ്പോൾ AIയുടെ ഒരു സാധ്യത നേരിക്കാൻ ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ കൃഷി ഇറക്കുന്ന സിറ്റുവേഷൻ എങ്ങനെ പ്രവചിക്കാൻ പറ്റും, എന്തൊക്കെ വിളവുകൾ ഏതൊക്കെ സമയത്ത് ചെയ്യാം, അതിൻ്റെ ഒരുപക്ഷെ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കാലാവസ്ഥ നോക്കി, മണ്ണ് നോക്കി, അങ്ങനത്തെ ഏരിയകൾ. മെഡിക്കൽ മേഖലയിൽ തന്നെ ഇപ്പോഴും വേണ്ടത്തിൽ എത്തിയിട്ടില്ല. പക്ഷേ ഒരു സാധാരണ ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷണങ്ങളൊക്കെ സിംറ്റംസ് പരിശോധിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും AI റീപ്ലേസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. കാരണം ഒരുപക്ഷെ ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ പോകുന്നതിനാ അയാൾ എന്ത് കണ്ടിട്ടാണ്? അയാളുടെ ആ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒരു ഡോക്ടർക്ക് 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന വിചാരിക്കുക. പക്ഷേ ഇത് ഒരു AIക്ക് ഒരുപക്ഷെ 100 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നോളജ് ആയിരിക്കും ഉണ്ടാകുക. പിന്നെ മറ്റൊന്ന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ നോളജ് സ്കില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും കേസ് സ്റ്റഡികളായിരിക്കാം. ഇതൊക്കെ ഒരു AIയെ സംബന്ധിച്ചിടത്തോളം അത്രയും നോളജും കേസ് സ്റ്റഡികളും കയ്യിലുണ്ടായിരിക്കെ ഒരുപക്ഷെ കുറച്ചുകൂടി കൃത്യമായിട്ട് അനലൈസിങ്ങും പിന്നെ എന്ത് ചെയ്യുക റെക്കഗ്നൈസേഷനും പറ്റുമെന്നുള്ളതാണ് AI വരുമ്പോൾ. അപ്പോൾ പിന്നെ അതാണ് ഇനി മറ്റൊരു വരാനിരിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ. ഇപ്പോൾ അമേരിക്കയിൽ നിന്നുകൊണ്ട് തന്നെ പിന്നെ ഒരാളുടെ സപ്പോർട്ടോട് കൂടി ഇപ്പോൾ നിലവിൽ സർജറി ഒക്കെ ചെയ്യുന്നൊരു കാലത്ത് ഇനി AI കൂടി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വളരെ കൃത്യമായിട്ട് ഈ ഒരു മെഡിക്കൽ മേഖലയിലൊക്കെ കൃത്യമായിട്ട് തന്നെ AI ഒരു കടന്നുവരവ് പ്രതീക്ഷിക്കാം. നിലവിലിപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് എന്നുള്ളൊരു വ്യത്യാസത്തിലാണെങ്കിലും നിലവിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും കാലം കണ്ടുപോകുന്നത്. ഇപ്പോൾ AI ടൂൾ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിട്ട് ടീച്ചർ ആ മേഖലയിൽ അല്പം കഴിവ് കുറവാണെങ്കിൽ, അതായത് AIയിൽ ടച്ച് ഇല്ലാത്തൊരു അധ്യാപകനെ സംബന്ധിച്ചിട്ട് കുട്ടികൾ ഒത്തിരി ഈ മേഖല കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇന്നത്തെ സ്മാർട്ട് ഫോൺസും കാര്യങ്ങളൊക്കെ അവർ ഒത്തിരി അഡ്വാൻസ്ഡാണ്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ ഇത്തിരി അഡ്വാൻസ്ഡ് ആകുമ്പോൾ ആയ കുട്ടികളുടെ ഇടയിൽ ഈ അധ്യാപകർ ഇന്നത്തെ കാലത്ത് നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്തായാലും ഒരു വിഷയമാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെ ചെറിയ സാമ്പിൾ പറയാം, വീട്ടിലത്തെ ചെറിയ കുട്ടികളെ നോക്കിയാൽ മതി. അവർക്ക് അറിയാത്തൊരു സംഗതി ഉണ്ടാവില്ല. ഒരു 3 വയസ്സും അല്ലെങ്കിൽ 2 വയസ്സ് മുതൽ തന്നെ നിങ്ങളെ വീട്ടിൽ ചെറിയ കുട്ടികൾ സങ്കല്പിക്കുക. ഈ കുട്ടി എപ്പോഴെങ്കിലും നിങ്ങളോട് വന്നിട്ട് ഒരു ഗെയിം എടുത്തിട്ട് എങ്ങനെ കളിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം നമുക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയായിരിക്കും, കുട്ടീനേക്കാൾ കൂടുതൽ ഫോൺ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഇന്നേ വരെ ഒരു കുട്ടിയും പോലും
എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള രക്ഷിതാവിനോട് ഈ ഗെയിം എങ്ങനെ കളിക്കുന്നത്, എങ്ങനെ സ്കോർ കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതായത് ഈ ചെറിയ കുട്ടികൾ പോലും സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു സ്കില്ല് ഒരുപക്ഷെ ദൈവം സൃഷ്ടിച്ച് ഇപ്പോഴത്തെ തലമുറ സൃഷ്ടിക്കുന്നത് തന്നെ പുതിയ ടെക്നോളജിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടെന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് പുതിയ ജനറേഷൻ ഉള്ളത്. അത്രയും വലിയ മാറ്റമാണ്. അപ്പം നമുക്ക് പോലും ഒരു ആപ്പ് ഇപ്പം ജസ്റ്റ് ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ഉള്ള പല ടൂളുകളും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതെ അതെ തീർച്ചയായിട്ടും. ഈവൻ വാട്സാപ്പിൽ തന്നെ ഇപ്പോൾ ചില സെഷൻസിലൊക്കെ വാട്സാപ്പിൽ അറ്റാച്ച് ബട്ടണിൽ AI ഇമേജസ് ഉണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. പക്ഷെ പലരും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അതായത് നമ്മൾ ചാറ്റ് ചെയ്യുന്ന അതേ സ്പീഡിൽ നമുക്ക് വേണമെങ്കിൽ ഒരു AI എന്ത് ചെയ്യാം, പോസ്റ്ററോ കാർഡോ ഒക്കെ അയച്ചു കൊടുക്കാൻ പറ്റും. ബർത്ത്ഡേ കാണുന്നു, അപ്പൊ നമുക്ക് ചാറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ ജസ്റ്റ് ഒരു ചാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ചാറ്റിനകത്തുണ്ട്. ഇപ്പോഴായിരിക്കും പലരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. മുമ്പൊക്കെ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു, 30 വർഷം 40 വർഷം ഒക്കെ ആകുമ്പോഴാണ് ജനറേഷൻ സ്വിച്ച് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഓരോ വർഷത്തെ കുട്ടികളും പുതിയ ജനറേഷനാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ടീച്ചേഴ്സിൻ്റെ ഒരു ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്നിടത്ത് വലിയൊരു പ്രശ്നം തന്നെയാണ്. 2 രീതിയിലാണ് ആ പ്രശ്നങ്ങളുള്ളത്. ഒന്ന്, ഈ നമുക്ക് നിരന്തരം ഈ കുട്ടികളെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇവർ ശ്രദ്ധിക്കുന്നില്ല, അവര് പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല, പറഞ്ഞു കേൾക്കുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ക്ലാസ്സിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ. സത്യത്തിൽ അവരെ മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നമാണ് ഈ വിമർശനം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ടെക്നോളജി മേഖലയിലൂടെ കടന്നു വന്ന ആളുകളാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ ഇവർ ഇപ്പോഴും ട്രഡീഷണൽ രീതിയിൽ തന്നെ അവരെങ്ങനെയാണോ പഠിച്ചത്, അവരെങ്ങനെയാണോ TTCക്കും BEdനും ട്രെയിനിങ് കിട്ടിയത്, ഇതേ മെത്തേഡിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കാര്യമായി മാറ്റം വരാത്ത ഇനിയുള്ള കാലത്ത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചാണ്. പിടിച്ചു നിൽക്കേണ്ട വിഷയം മാത്രമല്ല, കാരണം കുട്ടികളെ നമുക്ക് എന്തിനാണ് കുട്ടികൾ നമ്മളെ കയ്യിൽ വരുന്നത്? അല്ല, കുട്ടികൾ നമ്മൾക്ക് എത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇത് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് വരുന്നൊരു വിഷയം. പക്ഷെ നിലവിലിപ്പോൾ ടീച്ചേഴ്സിന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതാണ് ഇപ്പോൾ അവർ കൺവേ ചെയ്ത് കൊടുക്കുന്നത്. അവരിപ്പോൾ AI യുഗത്തിലേക്ക് സത്യം പറഞ്ഞാൽ ആയി വരും. ഇപ്പോൾ സാറൊക്കെ ഒരുപാട് ട്രെയിനിങ് കൊടുത്ത് മറ്റേ അധ്യാപകരൊക്കെ ഈ മേഖലയിൽ കടന്നു വരുന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ കുട്ടികൾ ഇത്തിരി സ്വന്തമായിട്ട് സെൽഫായിട്ട് ഇത് കണ്ടെത്തിയിട്ടും ChatGPT പോലത്തെ അതുപോലെ ജെമിനി പോലത്തെ പ്ലാറ്റ്ഫോമുകളൊക്കെ യൂസ് ചെയ്തിട്ട് അവർ ഓൾറെഡി ഒരു സ്റ്റെപ്പ് ഫോർവേഡാന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ പറ്റും അല്ലേ? അതുകൊണ്ട് അധ്യാപകർ ഇപ്പോൾ ഓൾറെഡി ആ ട്രഡീഷണലായിട്ട് സാറ് പറഞ്ഞ പോലെ ആ ട്രഡീഷണൽ രീതിയിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അതിനെ ടീച്ച് ചെയ്ത് പോകുന്നു. മുമ്പ് കാലത്തെ അതേപോലെ തന്നെ ആ സിസ്റ്റം തന്നെയാണ്. കുട്ടികൾ ഇത്തിരി ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ആഗ്രഹിക്കുന്നവർ, കാരണം അത് ശരിക്കും ടീച്ചേഴ്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നിലനിൽക്കുന്ന ടെക്നോളജി എന്താണെന്ന് ടീച്ചേഴ്സ് അറിയുക എന്നുള്ളതാണ്. അതെങ്കിലും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസൈൻമെന്റ് കൊടുക്കും, കുട്ടികൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും, ChatGPT ചോദിച്ചത് എഴുതി വരും. ടീച്ചർക്ക് ഇത് അറിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കൊടുത്ത് കുട്ടിയെ തെറ്റായ അസസ്മെന്റ് നടത്തുകയാണ് ചെയ്യുന്നത്. അതായത് കുട്ടി ടൂള് യൂസ് ചെയ്ത് വന്നിട്ട് ഈ കുട്ടി അവിടെ മെയിൻ ആവുന്നു, പക്ഷേ ആ കുട്ടിയെ അസസ് ചെയ്യുന്നത് പരാജയപ്പെടുകയല്ലേ ചെയ്യുന്നത്. ആ കുട്ടിയെ മാർക്ക് കൊടുക്കുന്നതിൽ അർത്ഥമല്ലല്ലോ. മനസ്സിലായി? അപ്പോൾ കുട്ടികൾ ഇത്തരം സാധ്യതകൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ബോധം ആർക്ക് വേണം? അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ അസൈൻമെന്റ് കൊടുക്കുന്നത് എന്നുള്ളൊരു ചിന്ത ടീച്ചേഴ്സിന് ഒന്നാമതായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് അപ്ഡേറ്റ് ആകുക എന്നുള്ളതാണ്. കുട്ടികൾ ഇതൊക്കെ ചെയ്യാൻ സാധ്യത എന്നുള്ള കാര്യത്തിൽ ടീച്ചേഴ്സ് ആദ്യം. ഇനി ടീച്ചേഴ്സിന് ഇതൊക്കെ ഒഴിവാക്കാൻ കുട്ടികളോട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല. അങ്ങനെ ഉണ്ട്. അതായത് ഇനിയിപ്പോൾ ഇത് കുട്ടിയൊക്കെ മനസ്സിലാക്കിയിട്ട് കുട്ടികൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി ടീച്ചേഴ്സ് പറയാണ് നാളെ മുതൽ ഇതൊന്നും യൂസ് ചെയ്യാതെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. കുട്ടികൾക്ക് യൂസ് ചെയ്യും. അപ്പൊ ഈ യൂസ് ചെയ്യുന്ന സമയത്ത് ഇനി നമ്മളുടെ ഭാഗത്തുനിന്നുള്ള ചേഞ്ച് എന്താ വരുത്തേണ്ടത് വെച്ചാൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, അവരുടെ പോളിസിയിൽ മാറ്റം വരുത്തണം, ടീച്ചിങ് മെക്കാനിസത്തിൽ മാറ്റം വരുത്തണം, അസസ്മെന്റ് മെക്കാനിസത്തിലും അതിന്റെ സ്ട്രാറ്റജിയിലും വേണ്ട മാറ്റങ്ങളാണ് വരുത്തേണ്ടത്. ആ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ക്ലാരിറ്റി വെച്ച് പറയുകയാണെങ്കിൽ, ഒരു കുട്ടിയെ ഒരു വർക്ക് ഏൽപ്പിക്കുന്നു, കുട്ടി ഇതൊക്കെ വെച്ച് ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ട് കൊണ്ടാണ് ഈ വർക്ക് ഏൽപ്പിക്കുന്നത്. കുട്ടിയെ വെച്ച് ചെയ്യട്ടെ, കാരണം ഇവർ ഇനി പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ലോകത്തേക്കാണല്ലോ. അതുകൊണ്ട് കുട്ടി അത് ചെയ്യുകയാണെങ്കിൽ പോലും കുട്ടി ഇത് പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ മറ്റൊരു സിസ്റ്റം നമ്മൾ നടപ്പിലാക്കണം. അത് കുട്ടിയുടെയുമായിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ടാവാം, കുട്ടിയുടെ പ്രസന്റേഷൻ നോക്കിയിട്ടാവാം, കുട്ടി ഇത് പഠിച്ചിട്ടുണ്ടോ എന്ന് ലൈവായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുട്ടി ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് വേറെ തന്നെ നോക്കിയതിന് ശേഷം അതേ സമയത്ത് ഈ വർക്കുകൾക്ക് എന്ത് ചെയ്യാം, കുട്ടി യൂസ് ചെയ്തോട്ടെ എന്ന് വെക്കുന്ന ഒരു കാലത്തേക്ക് വരേണ്ടി വരും. കാരണം ഈ അധ്യാപനം കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നന്നായിട്ട് ഈ വിഷയത്തെ ഇൻഡെപ്തിൽ പഠിക്കാൻ കുട്ടിക്ക് ഒരു ടൂൾ വെച്ചിട്ട് കഴിയുമെങ്കിൽ കുട്ടി പഠിക്കുന്നതിൽ നമുക്ക് തടസ്സം നിൽക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ഇത് കുട്ടി ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അസസ്മെന്റിന്റെ മെത്തേഡുകൾ മാറ്റം വരുത്തേണ്ടി വരും എന്നുള്ളതാണ്. യൂസ് ചെയ്യാൻ പ്രേരിപ്പിക്കുക ചെയ്യേണ്ടതെന്നാണ്
കുട്ടികളിൽ അങ്ങനെ പ്രേരിപ്പിക്കുന്നിടത്ത് വരുന്ന കുറെ പ്രശ്നമുണ്ട്. കാരണം പിന്നെ ഒരു കൺട്രോൾഡ് ആയിട്ട് ഇത് കുട്ടികൾ യൂസ് ചെയ്യണം. അതായത് കുട്ടികൾക്ക് വേണ്ട കൃത്യമായ ഓറിയന്റേഷൻ ആണ്, പാരന്റ്സിന് ഓറിയന്റേഷൻ വേണം. അല്ലാതെ ഒരു നിയന്ത്രണമില്ലാത്തത് യൂസേജ് പലപ്പോഴും കുട്ടികളുടെ പല സ്വാഭാവികമായും വളർന്നു വരേണ്ട പല കാര്യങ്ങളിലെയും തടസ്സപ്പെടുത്തും. അതൊരു യാഥാർത്ഥ്യമാണ്, മനസ്സിലായല്ലോ. അത് പുതിയ ഇപ്പോൾ CBSE ഈ വർഷം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ട്, കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്നാണ് അതിന് പറയാം, കേട്ടിട്ടുണ്ടോ? കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്, CTI എന്നാണ് പറയാം. അപ്പോൾ ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും കോഡിങ്ങോ കമ്പ്യൂട്ടറോ ബന്ധപ്പെട്ടതല്ല. അതായത് അൺപ്ലഗ്ഡ് ലേണിംഗ് ആണ്. അത് ഡിവൈസുകളൊക്കെ മാറ്റി വെച്ചിട്ട് കുട്ടികൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലേണിംഗ് മെത്തേഡാണിത്. ഇതിപ്പോൾ നടപ്പിലായിട്ടില്ല, നമ്മൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ടീച്ചേഴ്സിനൊക്കെ. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഡിവൈസ് മാറ്റി വെച്ചിട്ട് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ പുറത്ത് കൊണ്ടുവരുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികൾ പഠിക്കണം എന്നാണ് പുതിയ ടീച്ചിങ് മെത്തഡോളജി ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ പല രാജ്യങ്ങളിലും, ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാവട്ടെ, പല രാജ്യങ്ങളിലും ഒക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊക്കെ തുടർന്ന് പോരുന്ന ഒരു കാണാപ്പാഠം പഠിച്ച് കുറേ ടെക്സ്റ്റ് ബുക്കിലും കുറേ സിലബസിലും കുറേ കരിക്കുലത്തിലും ക്വസ്റ്റ്യൻ പേപ്പറിലും മാത്രം കെട്ടിപ്പണിഞ്ഞ് നടക്കുന്ന ഒരു ലോകത്ത് മാറിക്കൊണ്ട് കുറച്ചും കൂടി ലൈഫ് ടച്ച് ആയിട്ട് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അപ്ലിക്കബിൾ ലെവലിൽ എന്ത് ചെയ്യാം, വിദ്യാഭ്യാസം നേടണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അന്തരീക്ഷം വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടതുണ്ട്. അതേസമയത്ത് നോളജ് അക്വയർ ചെയ്യാൻ, നോളജ് കിട്ടാൻ ഇത്തരത്തിലുള്ള സാധ്യതകൾ യൂസ് ചെയ്യുക. ടീച്ചേഴ്സിൻ്റെ റോള് നേരത്തെ ഇപ്പോൾ കോർപ്പറേറ്റ് ലെവലിലും കമ്പനി ലെവലിലൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ അല്ല എഡ്യൂക്കേഷൻ മേഖലയിലുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു വർക്ക് എന്നുള്ളത് മാത്രമേ ഫോക്കസ് ഉള്ളൂ. ഇപ്പം നിങ്ങളൊരു ഓഫീസിൽ നിങ്ങൾ 10 സ്റ്റാഫിനെ വെച്ചിട്ടൊരു സ്റ്റാഫിനെ വെക്കുന്നത് എന്ത് ചെയ്യാണ്? ഒരു പ്രൊഡക്റ്റിനാണ്. ആ പ്രൊഡക്റ്റ് ഭംഗിയെ ചെയ്യണമെങ്കിൽ ഈ സ്റ്റാഫിന് എന്ത് ചെയ്യുന്നില്ല, അവിടെ ആവശ്യമില്ല. പക്ഷെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ടീച്ചേഴ്സിന് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ചെറിയ റോള് മാത്രമല്ല എന്നുള്ളതാണ്. അതായത് റോൾ ചേഞ്ചാണ് സത്യത്തിൽ ഈ കാലത്ത് ടീച്ചിങ് മേഖലയിൽ സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയി. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിദേശത്തൊക്കെ പോയി, ദുബായിലൊക്കെ പോയിട്ട് ഇപ്പോൾ കോർപ്പറേറ്റ് ഈ എഡ്യൂക്കേഷൻ മേഖല അല്ലാതെ തന്നെ കോർപ്പറേറ്റുകൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവും ഈ മേഖലയിൽ. ഇപ്പോൾ നമ്മൾ ബിസിനസ് രംഗത്താണെങ്കിൽ ഇപ്പോൾ ചെറുകിട ബിസിനസ് അതുപോലെ കോർപ്പറേറ്റ് ബിസിനസ് 2 രീതി തന്നെയാണ് അത് അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിലവിൽ കോർപ്പറേറ്റുകളാണ് കൂടുതൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുക, കാരണം അവർ ഇത്തിരി അഡ്വാൻസ്ഡ് ആയിരിക്കും, അതിനകത്ത് സംവിധാനങ്ങൾ കൂടുതലായിരിക്കും. അപ്പോൾ ചെറുകിട ബിസിനസ്സുകളെ ഇത് നല്ല രീതിയിൽ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയല്ലേ? ചെറുകിട ബിസിനസ്സിൽ ഉള്ള സാധ്യത വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോർപ്പറേറ്റ് ലെവലിൽ വലിയ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ, ഓട്ടോമേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ എളുപ്പമാവും. അതേ സമയത്ത് ഇവിടെ പിടിച്ചു നിൽക്കാൻ വലിയ സാധ്യതയാണ് ചെറുകിട മേഖലകൾക്കും നൽകുന്നത്. കാരണം സാധാരണഗതിയിൽ ഒരു ചെറുകിട മേഖലയിൽ ഇത്തരം ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ വലിയ എക്സ്പെൻസ് വേണ്ടി വരും. അവരുടെ ഒരു ബഡ്ജറ്റിൽ വലിയ എമൗണ്ട് മാറ്റി വെക്കേണ്ടി വരും. പക്ഷേ AI വന്നതോടുകൂടി ഇത്തരത്തിലുള്ള എമൗണ്ട് മാറ്റി വെക്കാതെ തന്നെ വളരെ സിമ്പിൾ ടെക്നിക്കിലൂടെ ഇവർക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാം, സ്വന്തമായിട്ട് പിന്നെ എന്ത് ചെയ്യാം, ബിസിനസ്സിന്റെ വേണ്ട പ്രൊമോഷൻ മെറ്റീരിയൽസ് ചെയ്യാം, പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം. സത്യത്തിൽ ചെറുകിട മേഖലയിലേക്ക് വലിയ സാധ്യതയാണ്. AI യൂസ് ചെയ്തിട്ടില്ലെങ്കിലാണ് ഇനി ഔട്ടാകുക. AI യൂസ് ചെയ്തിട്ട് AI അടക്കമുള്ള പുതിയ സാധ്യതകളെ യൂസ് ചെയ്തിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇനി വരേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ പ്രധാനമായിട്ടും പലർക്കുള്ള ആശങ്ക എന്താ അറിയോ, ഇതിൻ്റെ എത്തിക്സ്, നിയമം, സുരക്ഷ, ഈ 3 മേഖലയെ ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ ദുരുപയോഗം നടക്കും. ഇതിൻ്റെ സുരക്ഷ, അതായത് ഡീപ്പ് ഫേക്ക് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുക, അതുപോലെ ഇതിൻ്റെ എത്തിക്കലി എത്രത്തോളം ഒരു AI ക്രിയേഷൻ നമുക്ക് എത്രത്തോളം എത്തിക്കലി എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അത് വീണ്ടും ചെക്ക് ചെയ്ത് ഒരുപാട് സമയമെടുക്കും. ഈ 3 മേഖല, ഈ നിയമപരമായിട്ടും എത്തിക്കലിയും അതുപോലെ സുരക്ഷാപരമായിട്ടും നമ്മൾ ഈ കാര്യങ്ങളെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഏതൊരു പ്രൊഡക്റ്റിനും അതിൻ്റെ നെഗറ്റീവ് ഡിമെറിറ്റ് ഉണ്ടാവും. പോസിറ്റീവ് സൈഡ് എത്രത്തോളം ഇൻഡെപ്തിലുണ്ടോ അതിൻ്റെ അതേ ഇൻഡെപ്തിൽ തന്നെ അതിന് നെഗറ്റീവ് സൈഡിനും സാധ്യത ഉണ്ട്. അത് ഏത് ടെക്നോളജി വരുമ്പോഴും ഉള്ളൊരു സ്വാഭാവികമാണ്. AI-ലെത്തുമ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. കാരണം പോസിറ്റീവായിട്ടുള്ള അതിൻ്റെ ഒരു സ്വാധീന ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടോ അതേ രീതിയിൽ തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാനും ഇപ്പോൾ ഡീപ് ഫേക്കിൻ്റെ സംഗതിയൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ നമ്മളിതിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതിനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ടെക്നോളജി മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് കഴിയില്ല. ഇനി ഇതിനെങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഓറിയൻറ്റേഷനും പ്രാക്ടിക്കൽ പിന്നെ രീതികളും നമുക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യാൻ പറ്റുക. അതേ സമയത്ത് ഇതിനെ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ ഈ ആഴ്ച മാതൃഭൂമിയിൽ തന്നെ ഒരു കവർ സ്റ്റോറി വന്നത്
പിന്നെ എയുടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കവർ സ്റ്റോറി വന്നിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഇതിന്റെ ഇത്തരത്തിലുള്ള ഒരുപാട് നെഗറ്റീവ്സ്, ബാക്കിലുള്ള പ്രശ്നങ്ങളെ ധാരാളമായിട്ട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതേ സമയത്ത് നമ്മളിപ്പോ അതിന്റെ പോസിറ്റീവ് സാധ്യതകളെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്കതിനെ മറികടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ശരിക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ ആലോചിക്കേണ്ട ഒരു കാര്യം. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഈ ഫിസിക്കൽ സെഷനുകൾ കൊടുക്കുന്നുണ്ടല്ലോ, അത് വ്യത്യസ്ത മേഖലയിലെ ആളുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുഹൈർ എന്ന വ്യക്തി ഒരു എഡ്യൂക്കേഷൻ മേഖല ആയിക്കോട്ടെ, കോർപ്പറേറ്റ് മേഖലയിലായിക്കോട്ടെ, ഒരു സാധാരണക്കാരനായിക്കോട്ടെ, നിങ്ങൾ കൊടുക്കുന്ന ഒരു 2 days ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു 1 day ട്രെയിനിങ് കൊണ്ട് ആ വ്യക്തിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, ഈ മേഖലയിൽ കിട്ടുന്ന നോളജ് ഏതെല്ലാം രീതിയിൽ അത് ആൾക്ക് ഉപകാരപ്പെടും? സാധാരണ ഇത്തരത്തിലുള്ള ട്രെയിനിങ് സെഷൻസിൽ 4-5 ആംഗിളുകൾ ഉണ്ടാവാറുണ്ട്. അതിന്റെ മോട്ടിവേഷൻ സ്വഭാവത്തിലുള്ള ട്രെയിനിങ് സെഷൻസ് കാണാം. അതെ അതെ അതെ. അതുപോലെ തന്നെ പിന്നെ അതിന്റെ ടെക്നിക്കൽ ടേമുകളൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ടെക്നിക്കൽ സാധനങ്ങൾ, തിയററ്റിക്കൽ വശങ്ങൾ സാധാരണ പറഞ്ഞു പോകുന്ന സെഷൻസ് ധാരാളം കാണാറുണ്ട്. പിന്നെ കുറെ എക്സാഗ്രേഷൻ, ഇപ്പോൾ ഒരുപാട് ഇതിന്റെ വലിയ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് ഇതിന്റെ ഒരു മഹത്വം പറഞ്ഞുകൊണ്ടുള്ള, നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത എന്നാൽ ഇതിന്റെ വലിയ സാധ്യതകൾ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, പിന്നെ പ്രാക്ടിക്കൽ സെഷൻസ്, ഇങ്ങനെയൊക്കെ പല ആംഗിളിലും ഇത്തരത്തിലുള്ള സെഷൻസ് പൊതുവെ നമ്മൾ കാണാറുണ്ട്. ഇപ്പം ഇതിൽ ഈ ആദ്യത്തെ 4 പാർട്ട് നമ്മളുടെ ഈ ഓഫ്ലൈൻ സെക്ഷനിൽ തീരെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. അത് ഫുള്ളി ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പിൽ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് ഒരു അരമണിക്കൂറാണ് നമ്മൾ സെഷൻ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ പോലും ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുത്ത് പോകാൻ പറ്റുന്ന ഒരു ഹാൻഡ്സ് ഓൺ ആണ്. അതായത് പിന്നെ പഠിച്ചിട്ട് പിന്നീട് വീട്ടിൽ പോയി ചെയ്യുക എന്നതിന് പകരം ലൈവായിട്ട് തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. കാരണം ഇപ്പോൾ ഓൾറെഡി ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസും ഒക്കെ വന്നു കഴിഞ്ഞ് എല്ലാവരും ഇതിൽ അവൈഡാണ്. അപ്പോൾ ഇതിനി നമ്മൾ അതിലും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഓൾറെഡി ഇതൊക്കെ എന്ത് ചെയ്യാം, ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് ലൈവായിട്ട് ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്ത് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് നിലവിൽ ഒരു 40 ടീച്ചേഴ്സ് 50 ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും ഫുള്ളി എല്ലാവരും, അതായത് ഫോണിലൊന്നും അധികം യൂസ് ചെയ്യാത്ത ഒരാൾക്ക് പോലും അത്യാവശ്യം നല്ല ഡിവൈസ് കയ്യിലുണ്ടെങ്കിൽ, നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ആ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഫർദറായിട്ട് നമുക്ക് അക്കാഡമിക് ഇയറിൽ തന്നെ അവർ ടീച്ചേഴ്സ് ആണെങ്കിൽ സപ്പോർട്ട് കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ നിലവിൽ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിലെ ഈ അക്കാദമിക് സമ്പ്രദായം ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതിൽ നിന്നൊരു ഭാവിയിൽ എയുടെ വരവോട് കൂടിയിട്ട് ഒരു ടോട്ടൽ ചേഞ്ച് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതിൽ നേരത്തെ പറഞ്ഞൊരു തുടർച്ചയായിട്ടൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ഇനി നേരത്തെ ഉള്ള ടീച്ചേഴ്സിന് എന്ന് പറയുന്നത് അറിവ് പകർന്നു കൊടുക്കുക, കുട്ടികളുടെ അറിവ് കേൾക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമാണ് പൊതുവെ ഒതുങ്ങിയിരുന്നത്. അതിന് ഒരുപക്ഷേ ഈ ടീച്ചറേക്കാൾ നന്നായിട്ട് എഐക്ക് പറ്റും എന്നുള്ളതാണ്. എഐക്ക് മാത്രമല്ല, ഇപ്പോൾ ഒരു ടീച്ചർ എത്രത്തോളം പഠിച്ചു വന്ന ടീച്ചറാണെങ്കിലും ആ ടീച്ചറേക്കാൾ പിന്നെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ട് ആർക്ക്, ആ ക്ലാസ്സിൽ നിൽക്കുന്ന 30 കുട്ടികളുടെ ബുദ്ധി ടീച്ചറുടെ എല്ലായിടത്ത് പോലും എത്തൂല. ഇത് നമ്മൾ അംഗീകരിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ വലിയ സംഭവമാണെന്ന് വന്നിട്ട് നമ്മൾ ക്ലാസ്സിൽ വീണ്ടും ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ് തന്നെ എപ്പോഴും മാറേണ്ടതുണ്ട്. ഇനി കുറച്ചുകൂടി ഇപ്പോൾ ഈ പറഞ്ഞ CTEയിലൊക്കെ വരുന്നതോടുകൂടി കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, കണ്ടന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കുട്ടികളാണ് വിഷയത്തെ അനലൈസ് ചെയ്യുന്നത് പലതരത്തിലുള്ള ടൂളുകൾ വെച്ചിട്ട്. അങ്ങനെ കുട്ടികളിൽ തന്നെ എന്ത് ചെയ്യാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുകയും കുട്ടികളുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങും ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ടീച്ചേഴ്സിൻ്റെ റോൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. മാത്രമല്ല ഈ കണ്ടന്റ് ഡെലിവറിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ല രീതിയിൽ AI ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ സ്ക്രീനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നതിൻ്റെ റോള് ഈ കണ്ടന്റ് ഡെലിവറിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ നന്നായിട്ട് ഇവിടെ AI ചെയ്യും, കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ പിന്നെ ടീച്ചേഴ്സിൻ്റെ റോൾ എന്നുള്ള ചോദ്യമുണ്ട്. അവിടെയുള്ള കൃത്യമായ ഉത്തരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഏറ്റവും കൃത്യമായിട്ട് മോൾഡ് ചെയ്തെടുക്കേണ്ട, ഈ കുട്ടിയെ രൂപപ്പെടുത്തേണ്ട ഒരു വലിയൊരു ഉത്തരവാദിത്തം കൂടി ഉണ്ട്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. കാരണം നമ്മളെടുത്ത് വരുന്നൊരു കുട്ടി എത്രത്തോളം ഓരോ കുട്ടിയും പ്രധാനപ്പെട്ടതാണ്. ഒരു കഥ സാധാരണ പറയാറുണ്ട്, ഒരു പിന്നെ കടലിലേക്ക് ഒരു തിരമാല വന്ന സമയത്ത് കടലിൻ്റെ തീരത്തേക്ക് എന്ത് ചെയ്തു, കുറെ സ്റ്റാർ ഫിഷുകൾ രാവിലെ ഇങ്ങനെ അടിച്ചു കയറിയൊരു സംഭവം ഒരു നോവലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ കഥയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്തു, കുറേ ആയിരക്കണക്കിന് സ്റ്റാർ ഫിഷുകൾ കരയിൽ വന്നിട്ടുണ്ട്. ഏകദേശം കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം എന്ത് ചെയ്യും, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഇതൊക്കെ ചത്തുപോകും. അതെ. അപ്പോൾ ഈ സമയത്ത് ഒരു സ്റ്റാർ ഫിഷിനെ എടുത്തിട്ട് ആ കുട്ടി എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് പോയിട്ടു. അപ്പോൾ അത് കണ്ടു വന്ന ഒരു വൃദ്ധൻ ചോദിച്ചു, എന്ത് പണിയാണ് ചെയ്യുന്നത്, എന്തിനാ അതിൻ്റെ ആവശ്യം, ഒരുപാട് സ്റ്റാർ ഫിഷ് വെള്ളത്തിലുണ്ട്, ഒരുപാട് സ്റ്റാർ ഫിഷ് പിന്നെ എന്ത് ചെയ്യുന്നു, ചത്തുപോയി, ഒന്നും സംഭവിക്കുന്നില്ല, എന്നിട്ട് എന്തിനാണ് ഇതിനെ മാത്രം രക്ഷിച്ചതെന്ന് ചോദിച്ചപ്പോൾ എന്നെ കൊണ്ട് എന്താണോ സാധിക്കുന്നത് അത് ഒന്നാണെങ്കിൽ പോലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്.
അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഓരോ കുട്ടികളും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ബോധം ടീച്ചേഴ്സിന് വന്നു കഴിഞ്ഞാൽ ഓരോ കുട്ടിയെയും എങ്ങനെ മോൾഡ് ചെയ്തെടുക്കണം, എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്തം ടീച്ചേഴ്സിന് ഉണ്ട്. അതിൽ കുറച്ചുകൂടി ഒരുപക്ഷെ അവരുടെ ഒരു തലവടൽ, അവരുടെ ഒരു സപ്പോർട്ട്, അവരുടെ ജീവിതത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ കുട്ടികളെ കുറച്ചുകൂടി എന്ത് ചെയ്യണം, ഇത്തരം മേഖലയിൽ അവരെ പിന്നെ ഭാവിയെ കരുപ്പിടിപ്പിക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് ടീച്ചേഴ്സ് മാറുക എന്നുള്ളതാണ് പുതിയ കാലത്ത് ടീച്ചേഴ്സിൻ്റെ വലിയ റോള് കിടക്കുന്നത്. ബാക്കി നമ്മൾ അനാവശ്യമായ സമയം ചെലവഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് പുതിയ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയും കുട്ടികളെ എന്ത് ചെയ്യാം, ഭാവിയിൽ ഒരു 10-20 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10-30 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യാണ്, ഓരോ കുട്ടിയും പറയാണ് അന്ന് ആ ടീച്ചർ, അന്ന് ആ മാഷ് എന്നെ നൽകിയ സപ്പോർട്ട്, എനിക്ക് നൽകിയ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയെന്നുള്ളത് ഓരോ ടീച്ചറെ കുറിച്ചും വിദ്യാർത്ഥിക്ക് പറയാൻ കഴിയുക എന്നുള്ളതാണ് ടീച്ചറിൻ്റെ വിജയം എന്നുള്ളത്. തീർച്ചയായിട്ടും. അതുപോലെ ഈ ബ്രില്യൻസിൻ്റെ കേസിലേ ഇപ്പോൾ മനുഷ്യരെക്കാൾ ഒരുപടിയല്ല ഒത്തിരി മുകളിൽ തന്നെയാണ് AI അല്ലേ? അപ്പോൾ നമ്മളിതിനെ ആശ്രയിക്കാതെ ഒരിക്കലും ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അങ്ങനെ തന്നെയല്ലേ? AI-നെ നമുക്കൊരിക്കലും ഇനി മനുഷ്യരെ ബ്രില്യൻസ് ഉപയോഗിച്ചുകൊണ്ട് AI-നെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും? എങ്ങനെ? മനുഷ്യൻ്റെ ഒരു കപ്പാസിറ്റി അവിടെ ഉണ്ട്. അതെ, അതിന് നമ്മൾ പിന്നെ കുറച്ച് കാണരുത്. AI ഒരിക്കലും മനുഷ്യൻ്റെ ബ്രില്യൻസിനെ റീപ്ലേസ് ചെയ്യുന്നില്ല. അതായത് മനുഷ്യൻ്റെ ഇത്രയും കാലത്തെ ക്രിയേറ്റീവായ പല കാര്യങ്ങളും പഠിച്ചിട്ടാണ് AI എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്താണ്. അത് വെച്ചിട്ടുള്ള അതിൻ്റെ പിന്നെ റിപ്പീറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതേ സമയത്ത് മനുഷ്യന് നൽകുന്ന പവർ എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്കാണ്. ഒരുപക്ഷെ ഇപ്പം നാളത്തെ AI രൂപപ്പെടുത്തുന്നത് ഇന്നത്തെ മനുഷ്യൻ്റെ ചിന്തകളായിരിക്കും. മനുഷ്യൻ്റെ ചിന്തകൾക്ക് എന്തില്ല, പരിമിതി ഇല്ല. പക്ഷെ AI എന്തൊക്കെ പറഞ്ഞാലും AI-യുടെ ചിന്തകൾക്ക് പരിമിതി ഉണ്ട്. ഇന്നിപ്പോൾ മുഴുവൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് AI എത്തിപ്പെട്ട ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഒരു ലെവൽ ഉണ്ടല്ലോ. ആ ലെവലിന്റെ അപ്പുറത്തേക്ക് മനുഷ്യൻ ചിന്തിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു പിന്നെ സാധ്യത എന്ന് പറയുന്നതാണ് മനുഷ്യനെ വേറിട്ട് നിൽക്കുന്നത്. അത് അവസാനിക്കുന്നില്ല, മനുഷ്യന്റെ ഇന്റലിജന്റ് പവർ എന്നുള്ളത് അവസാനിക്കുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഇന്റലിജന്റ് ഒരിക്കലും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, റീപ്ലേസ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ ഒരുപാട് കളക്റ്റീവ് ഇന്റലിജൻസ് ഇവിടെ AI നിർവഹിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ AI യൂസ് ചെയ്യുന്നത് ഒരു സെക്കൻഡ് ബ്രെയിൻ എന്ന നിലക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തല കൊണ്ട് ചിന്തിക്കുന്ന 2 തലയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ആശ്വാസമാവില്ലേ? കോ പൈലറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. അതായത് നമ്മൾ പിന്നെ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ AI കൂടി സപ്പോർട്ടോട് കൂടി ചിന്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നതോട് കൂടി നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒരിക്കലും ഇല്ലാതാവും എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരു പാർട്ണർ എന്നുള്ള രീതി തന്നെയാണ്. അതെ, അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. നമ്മളെ ക്രിയേറ്റിവിറ്റിയും AI-യുടെ ടെക്നിക്കൽ സാധ്യതകൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഇപ്പോൾ പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ AI ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധ്യാപകൻ്റെ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഇല്ലാതാവുമെന്നുള്ളത്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്കൊരു ഏതൊരു പ്രൊഫഷനും ഏതൊരു മേഖലയിലും ഒരു കോച്ച്, ഇപ്പോൾ നിങ്ങൾ PhD ചെയ്യുന്നു വിചാരിക്കാം, നിങ്ങൾക്കൊരു ഗൈഡ് ഉണ്ടാവും. ആ ഗൈഡ് നിങ്ങളെ കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഗുണദോഷം ഉണ്ടാകുക, ഗുണമാണല്ലോ. അപ്പോൾ നിങ്ങൾ ഏതൊരു മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോച്ച് നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊന്നുകൂടി മുന്നോട്ട് പോകാൻ കഴിയും എന്ന രീതിയിൽ തന്നെയാണ് AI നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ആ നിലക്ക് നമ്മളുടെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ട് AI യൂസ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഉള്ള അവസ്ഥയിനേക്കാൾ ഒരുപാട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് AI നമുക്ക് നൽകുന്ന വലിയൊരു സാധ്യത. നിലവിൽ AI-യുടെ ഈ ഒരു കടന്നുകയറ്റം ആളുകളിൽ നല്ല രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും ഒരു വിഭാഗം ആളുകൾ ഈ ടൂൾസ് ഒന്നും ഉപയോഗിക്കാത്ത ആളുകളാണ്. അവരിതിനെ നെവർ മൈൻഡ് ആളുകളാണ്. അത്ര ആൾക്കാർക്ക് എന്തായിരിക്കും ഇനി ഫ്യൂച്ചർ? അത്ര ആൾക്കാരുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് പിന്നെ ഇപ്പൊ ഒരു ബിസിനസ് മേഖലയിൽ അല്ലെങ്കിൽ അവരൊരു പ്രൊഫഷണലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ ഒരിക്കലും നിലനിൽക്കുന്ന ടീമിന്റെ കൂടെ അല്ലെങ്കിൽ നിലനിൽക്കുന്ന സിറ്റുവേഷനിൽ നിലനിൽക്കുന്ന ലോക സാഹചര്യത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയ റിസ്ക് ആണ്. കാരണം അവർക്ക് കോമ്പറ്റീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം ഈ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്ത് നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്ഡേറ്റ് ആയി പോകും. നമ്മൾ അപ്ഡേറ്റ് ആകാൻ തയ്യാറായില്ലെങ്കിൽ ഔട്ട്ഡേറ്റ് ആയി പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഏത് മേഖലയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഓഡിയൻസിന്, പ്രേക്ഷകരോട് പറയാനുള്ള ഒരു മെസ്സേജും അതാണ്, നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ AI-യുടെ സാധ്യതകളെ ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊന്നും പറഞ്ഞാൽ ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയില്ല. നിരവധി അവസരങ്ങളും ഒട്ടനവധി സാധ്യതകളും നിറഞ്ഞൊരു മേഖലയാണത്. അപ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ച് അറിവുകൾ നമുക്ക് നൽകിയ സുഹൈർ സീരിയസിന് SK മീഡിയയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സാർ. ഓക്കെ, വെൽക്കം.